ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഗപ്പൂരിൽ ഞാൻ കണ്ട വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സിംഗപ്പൂരിലെ സെൻട്രൽ റീജണിൽ 105 ഹെക്ടർ, അതായത് 260 ഏക്കർ വിസ്തൃതിയുള്ള ഒരു നഗര പാർക്കാണ് അല്ലെങ്കിൽ ഗാർഡനാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഗാർഡൻസ് ബൈ ദ ബേയിലുള്ള ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റുമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. രണ്ടും ഫുൾ AC ആണ്. ഗാർഡനിൽ 18 വൃക്ഷസമാനമായ ഘടനയോടുകൂടിയ സൂപ്പർ ട്രീകളുണ്ട്. 82 അടി മുതൽ 160 അടി വരെ ഉയരമുണ്ട് ഈ സൂപ്പർ ട്രീകൾക്ക്. നടിയിൽ തണൽ, പൂന്തോട്ടങ്ങൾക്കുള്ള പരിസ്ഥിതി എഞ്ചിനുകളായി പ്രവർത്തിക്കുക എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾക്ക് ഈ നേരെ നിൽക്കുന്ന ഉദ്യാനം സഹായിക്കുന്നു. ഈ സൂപ്പർ ട്രീയിൽ ഫേണുകൾ, വള്ളികൾ, ഓർക്കിഡുകൾ, നിയോറെജീനിയ, ടിയാൻസിയ തുടങ്ങിയ ചെടികളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മരങ്ങളുടെ പാരിസ്ഥിതിക പ്രവർത്തനത്തെ അനുകരിക്കുന്ന പാരിസ്ഥിതിക സാങ്കേതിക വിദ്യകൾ അവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തുന്ന ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ സൂപ്പർ ട്രീയുടെ ചില പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങൾ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് പോലെ ജലസേചനത്തിലും ജലധാര പ്രദർശനങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള മഴവെള്ള ശേഖരണം, മരങ്ങൾ വളർച്ചയ്ക്കായി മഴവെള്ളം എങ്ങനെ ആഗിരണം ചെയ്യുന്നു എന്നതിന് സമാനമായി കൺസർവേറ്റീവുകളുടെ തണുപ്പിക്കൽ സംവിധാനങ്ങളുടെ ഭാഗമായി സൂപ്പർ ട്രീകൾ വായു ഉപഭോഗവും എക്സോസ്റ്റ് പ്രവർത്തനവും നിർവഹിക്കുന്നു. ഞങ്ങളതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റുമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. രണ്ടും വളരെ വലുതാണ്. ഫ്ലവർ ഡോം ലോകത്തിലെ ഏറ്റവും വലിയ കോളമില്ലാത്ത ഗ്ലാസ് ഹൗസാണ്. ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വലിയ ഉറുമ്പുകളുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. താഴെ കുറേ മൃഗങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഗ്ലാസ് ഹൗസുകളുടെ നിർമ്മാണം സവിശേഷതയാർന്നതാണ്. തൂണുകളൊന്നുമില്ലാതെ തന്നെയാണ് ഈ വലിയ ഗ്ലാസ് മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപരിതലത്തിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് ഈ സൂപ്പർ ട്രീകളിലേക്ക് തണുപ്പിക്കുന്നതിനായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ചൂടുള്ള വായു പുറന്തള്ളാനും രക്തം ഒഴുകുന്നത് പോലെ ജലം തണുപ്പിക്കാനും സൂപ്പർ ട്രീസ് ഉപയോഗിക്കുന്നു. 2015 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് പട്ടികയിൽപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുത് ഹരിതഗ്രഹമാണ് ഫ്ലവർ ഡോം. 1.2 ഹെക്ടർ, അതായത് 3 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്ത് വളരുന്ന, പല കാലാവസ്ഥയിൽ വളരുന്ന 1.5 മില്യണിലധികം പ്ലാന്റ്സ് ഇതിനകത്ത് വളർത്തുന്നുണ്ട്. ഇതിൽ 8 തീം ഗാർഡനുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ബയോബാബ്സ്, സക്കുലൻ ഗാർഡൻ, ഓസ്ട്രേലിയൻ ഗാർഡൻ, സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ, സൗത്ത് അമേരിക്കൻ ഗാർഡൻ, ഒലീവ് ഗ്രോവ്, കാലിഫോർണിയ ഗാർഡൻ, മെഡിറ്ററേനിയൻ ഗാർഡൻ എന്നിങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിൽ നിന്നുള്ള വിദേശ പൂക്കളും സസ്യങ്ങളും 8 പൂന്തോട്ടങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ സീസൺ അനുസരിച്ച് ഇവിടുത്തെ ചെടികൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ വർഷവും 6 മുതൽ 8 വരെ ഉദ്യാന പരിപാലന പ്രമേയമുള്ള പ്രദർശനങ്ങളനുസരിച്ച് ഇവിടുത്തെ ഓരോ പുഷ്പം മാറിക്കൊണ്ടിരിക്കും. ഓരോ പുഷ്പ പ്രദർശനവും വ്യത്യസ്ത സീസണുകളിലെയും ഉത്സവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഡാലിയകൾ, ചെറിപ്പൂക്കൾ, ട്യുലിപ്പൂക്കൾ, റോസാപ്പൂക്കൾ, പെയിൻസെറ്റിയകൾ തുടങ്ങിയ ഒരുതരം സസ്യങ്ങളുടെയും പൂക്കളുടെയും ശേഖരണത്തെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ പ്രദർശനം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പൂക്കൾ മാത്രമല്ല, മനോഹരമായ ശില്പങ്ങളും രൂപങ്ങളും ഇവിടെ കാണാവുന്നതാണ്. വേരുകൾ കൊണ്ടും മരങ്ങളുടെ കൊമ്പുകൾ കൊണ്ടും ഇവിടെ മനോഹരമായ ശില്പങ്ങൾ തീർത്തിരിക്കുന്നു. ഒരു ദിവസം തന്നെ 10,000 ആൾക്കാർ ഈ ഗാർഡൻ സന്ദർശിക്കുന്നുണ്ട്. എന്നാലും ഒരു ചെടി പറിക്കുകയോ ഒരു കമ്പടിക്കുകയോ പൂ പറിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും ചെടികളുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു പേപ്പറോ ഒരു ഇലയോ ഒന്നും താഴെ കിടക്കുന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് കിടക്കുന്നത്.
പൂ പൊഴിയുന്ന ചെടികൾ, സീസൺ കഴിഞ്ഞ ചെടികളൊക്കെ അവർ മാറ്റി പുതിയ ചെടികൾ വയ്ക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതിനകത്തൂടെ കയറി നടന്ന് കാണാനും മാത്രമുണ്ട്. ഏകദേശം 4 നിലയിലായിട്ടാണ്. പക്ഷെങ്കിൽ അത് ചരിഞ്ഞാണ് കയറി പോകുന്നത്. സ്റ്റെപ്പുണ്ട്, ലിഫ്റ്റുണ്ട്, അതുപോലെ ചരിഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. 7:45 AM തൊട്ട് 8:45 PM വരെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ തന്നെ ആൾക്കാർക്ക് റിലാക്സ് ചെയ്തിരിക്കുന്നതിനും മനസ്സിലെ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിനും ഈ ഗാർഡൻ സഹായിക്കുന്നുണ്ട്. പകൽ സമയത്ത് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ 16 ഡിഗ്രി സെൻറ്റിഗ്രേഡും അതുപോലെ 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഫ്ലവർ ഡോം ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്ത് 2012 ജൂണിലാണ്. 1.2 ഹെക്ടർ സ്ഥലത്ത് അല്ലെങ്കിൽ 3 ഏക്കർ സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 45 മീറ്ററാണ്. തൂണുകളൊന്നുമില്ലാതെ ഒറ്റ സ്ട്രെച്ചിലിങ്ങനെ നിൽക്കുകയാണ്. നല്ല വൃത്തിയായും ഭംഗിയായും തന്നെയാണ് ഇതിനകമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മനോഹരമായി ഇതിൻ്റെ ഗ്ലാസ്സിലൂടെ കാണാവുന്നതാണ്. ഡ്രാഗണുകളുടെയും ഓർക്കിഡുകളുടെയും നാടായിട്ടാണ് ഞാൻ സിംഗപ്പൂരിനെ സങ്കല്പിച്ചിരുന്നത്. ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു ഈ സ്ഥലമൊന്ന് പോയി കാണണം എന്നുള്ളത് തന്നെ. കുറേ ഓർക്കിഡുകളൊക്കെ ഉണ്ട്, എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത്രയുമൊന്നുമില്ല. മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരിക്കാം. എല്ലാവർക്കും സിംഗപ്പൂരിൽ ഇതെല്ലാം ഒന്ന് കാണാൻ സാധിക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വിശദമായി തന്നെ ഇതിടുകയാണ്. എല്ലാവരും അവസാനം വരെ ഒന്ന് കാണുക. നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗിയൊന്നും വീഡിയോയിലൂടെ പകർന്നു തരാൻ സാധിക്കുകയില്ല. എങ്കിലും അതിൻ്റെ മനോഹാരിതയും വേരുകൾ കുത്തിയുണ്ടാക്കിയിരിക്കുന്ന കസാരകൾ അതിമനോഹരമാണെന്ന് തന്നെ പറയാം. നമ്മുടെ നാടിനെ ഓർത്ത് ഇപ്പോഴാണ് ഞാൻ ഏറെ സങ്കടപ്പെടുന്നത്. കാരണം നമുക്കിവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ കഴിവുള്ളവരും നമ്മളുടെ ഇടയിലൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു 100% പോലും ഭംഗിയായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഉണ്ടാക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം അത് മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുന്ന് മുമ്പേ വന്ന് കണ്ടവരൊക്കെ പറഞ്ഞത് അന്നത്തെ ചെടികളൊന്നുമല്ല ഇന്ന് കാണുന്നതെന്ന്. അപ്പം ഡെയിലി ചേഞ്ചസുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല സാമ്പത്തികമുണ്ടായിരിക്കണം. ഒരു വർഷം മില്യൺസ് ആൾക്കാരാണ് ഇവിടെ വന്ന് കാണുന്നത്. അതുവഴി തന്നെ അവർക്ക് നല്ല വരുമാനമുണ്ട്. നമ്മുടെ നാട് എല്ലാം കൊണ്ടും സമൃദ്ധമാണെങ്കിലും വിദേശികളെ ആകർഷിക്കുന്ന, പിന്നെയും പിന്നെയും വരാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് നമുക്കുള്ളത് എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യാത്രാവൽ എന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത്. 33 പേരുണ്ടായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ഈ കാഴ്ചകൾ ആസ്വദിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കാലിന് വേദനയുള്ളവരും ക്ഷീണമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ മനോഹാരിത ആസ്വദിക്കാനായി അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. ധാരാളം പേരുടെ ഉപജീവന മാർഗം കൂടെയാണ് ഈ ഗാർഡൻ. ധാരാളം പേരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പല കാലാവസ്ഥയിലുള്ള ചെടികളെയൊക്കെ പോറ്റി വളർത്തണമെങ്കിൽ നല്ല അധ്വാനം തന്നെ ആവശ്യമായിട്ടുണ്ട്. നഗരമധ്യത്തിൽ പച്ചപ്പുണ്ടാകുന്നതിനും മനുഷ്യരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതിനും ഇതുപോലുള്ളതൊക്കെ സഹായമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഭരണ നേതാക്കളൊക്കെ വിദേശത്ത് പലതും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇതുപോലൊക്കെ
നമ്മുടെ നാട്ടിൽ ഇത് ചെറുതായിട്ടെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ പലർക്ക് ജോലി കിട്ടുന്നതിനും സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനും അതുവഴി നാടിന് പുരോഗതി ഉണ്ടാകുന്നതിനും സാധിക്കുമല്ലോ. ചെടികളും പൂക്കളുമൊക്കെ എന്നും എനിക്കൊരു ഹരമാണ്. അതുകൊണ്ട് ധാരാളം ഫോട്ടോകൾ ഞങ്ങൾ ഇരുന്നും നിന്നുമൊക്കെ എടുത്തു. ഇതൊരു വീഡിയോ മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ആൽബമായി തന്നെ ഞാനിത് സൂക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു നല്ല അവസരം ലഭിച്ചു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഴി കിടക്കുന്ന തവളയെപ്പോലെ എൻ്റെ ചെറിയ സാമ്രാജ്യത്തിൽ രാജാവും രാജ്ഞിയുമായി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ലോകം അതിവിശാലമാണ്. ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന നമുക്കൊക്കെ കാണാനും ആസ്വദിക്കാനും കൂടിയാണ്. മറ്റുള്ളവരുടെ കഴിവുകളും ഭാവനയും അവരുടെ അധ്വാനവുമൊക്കെ നമുക്കും ആസ്വദിക്കാം. പൂവുകളുടെയും ചെടിയുടെയും ലോകം അതെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. പല ചെടികളും പൂക്കളും കണ്ടാൽ ആർട്ടിഫിഷ്യലാണെന്ന് തോന്നും. എന്നാൽ അതൊക്കെ നാച്ചുറലാണ്, ഇവിടെ വളർത്തിയെടുത്തിരിക്കുന്നതാണ്. എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ പൂക്കളുടെയൊക്കെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു, പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് പലതും മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മ്യൂസിക് ബെല്ലുണ്ട്. വെള്ളം നിറയുന്നതനുസരിച്ച് താളത്തിലടിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. മനോഹരമായ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുക. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ നടന്ന് ക്ഷീണിച്ചിരുന്നു പോയി. എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്.
പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. സാമ്പത്തികവും ആരോഗ്യവും ഒക്കെ ഇതിന് പ്രശ്നമാണ്. എല്ലാ ചെടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റേതായ കടകളുമുണ്ട്. ആ കടയിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവിടെ പല പല സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ചെടികളുടെ കീ ചെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. ഇവിടെയെല്ലാം മനോഹരമായ രൂപങ്ങളുണ്ടാക്കി വച്ചിട്ടുണ്ട്. വേരും തടിയും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തുള്ള കാഴ്ചകളെല്ലാം നല്ല ക്ലിയറായിട്ട് കാണാം. സ്റ്റെപ്പ് കയറി വരേണ്ടവർക്ക് സ്റ്റെപ്പ് കയറി വരാം, ഇല്ല എങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. അടുത്തതായിട്ട് ക്ലൗഡ് ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. പലരും ഇത് നേരത്തെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. വീണ്ടും അത് ഒന്ന് ഓർമ്മിക്കാനായിട്ട് ഇത് സഹായമായി തീരട്ടെ. ഇതുപോലുള്ള വീഡിയോ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ധാരാളം അധ്വാനം വരുന്നുണ്ട്, ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അതെങ്കിലും പരിഗണിച്ച് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ഞാനിതിവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. കടയിലെത്തിയിട്ടുണ്ട്. തടിയിൽ കൊത്തിയ രൂപത്തിനടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ക്ലൗഡ് ഫോറസ്റ്റിലോട്ട് പോകട്ടെ. അപ്പോൾ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.